ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരോടും നന്നായി വെള്ളം കുടിക്കാൻ മോഹൻലാൽ പറയുന്നുണ്ട്. നന്നായി കുടിച്ചോളൂ, ഇനി ഒരുപാട് കുടിക്കാനുള്ളതാണെന്ന് കൂടി ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം ഈ വീക്കെൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന്. അതെല്ലാം ബിഗ് ബോസ് കണ്ടെത്തി. അവ ചെയ്തതെന്ത്, ആരെല്ലാമാണ് ചെയ്തത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ പറയും. അപ്പോൾ തീർച്ചയായും മത്സരാർത്ഥികൾക്ക് വെള്ളത്തിന് ദാഹിക്കും, സ്വാഭാവികം. അങ്ങനെ ബിഗ് ബോസിൻ്റെ സമ്മതത്തോടെ 1-2 പേരെ വിട്ട് സെർച്ച് ചെയ്യാൻ ലാലേട്ടൻ അപേക്ഷിക്കുന്നു. ആ അപേക്ഷ പ്രകാരം ബിഗ് ബോസ് സമ്മതം നൽകി വീട് തിരയിപ്പിക്കുന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല. മത്സരാർത്ഥികളെല്ലാം സന്തോഷത്തിലായി. എന്നാൽ ആ നിമിഷം ലാലേട്ടൻ ഒരു ലെറ്റർ കയ്യിൽ നിന്നും നിവർത്തിയിട്ട് ഞങ്ങൾക്കൊരു കത്ത് കിട്ടി എന്ന് പറഞ്ഞ് അത് വായിക്കുന്നു. അതിലെഴുതിയത് ഇങ്ങനെയാണ്: ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് മോശം രീതിയാണ്. നാളെ ഇടേണ്ട വീഡിയോ ഇവരെ പോലെയുള്ളവർ മുന്നേ അറിയിക്കുന്നു. അവിടെ നിന്നും ഇത്തരം പ്രവർത്തികൾ പുറത്തുള്ളവർക്ക് ചോർത്തി നൽകുന്നത് വളരെ മോശമാണ്. ഇപ്രാവശ്യം ബിഗ് ബോസിന് 7ന്റെ പണിയാണല്ലോ. ഒരു പണി ഇവരെ പോലെയുള്ളവർക്ക് കൊടുക്കണം. ലൈവ് ടെലികാസ്റ്റ് കണ്ട് എത്ര വീഡിയോ വേണമെങ്കിലും ഇട്ടോട്ടെ. മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിലെങ്കിലും ഇല്ലാതിരിക്കട്ടെ. പ്രതീക്ഷയേക്കാൾ വലിയ പൂജാരി വേറെയില്ല. ഇതാണ് യൂട്യൂബിലൂടെ ആരോ പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞ് ലാലേട്ടൻ മത്സരാർത്ഥികളോട് പറഞ്ഞത്. തീർച്ചയായും അത്തരം കള്ളക്കളി കളിച്ചവരുടെ മുഖം പലപ്പോഴായി സ്ക്രീനിൽ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കാരണം തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടതുള്ളൂ. എന്തായാലും ചെയ്തത് ആരാണെന്ന് ലാലേട്ടൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പ് ലാലേട്ടൻ രേണുവിനെ പ്രത്യേകമായി വിളിച്ച് ആ വീഡിയോ കാണണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പിടിക്കപ്പെട്ട കുറ്റവാളിയെ പോലെ കാണാം എന്ന് രേണു ചിരിച്ചുകൊണ്ട് അറിയിക്കുന്നു. എന്തേ രേണു ചിരിക്കുന്നേ എന്ന് രേണുവിനോട് വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല എന്ന് രേണു തിരിച്ചു മറുപടി കൊടുത്തു. ശേഷം ആ വീഡിയോ പ്ലേ ചെയ്തു. അത് നമുക്ക് കാണാം. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു.